വംശീ വിഭൂഷിതകരാൽ നവനീരദാപാൽ പീതാംബരാൽ അരുണബിംബവലാതരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം 89-തമോധ്യായ 89-ാമത്തെ അധ്യായം. ശ്രീശുകോവാച സരസ്വത്യാസ്തടേ രാജൻ ഋഷയഃ സത്രമാസദ വിതർക്ക സമഭൂത്തേഷം ത്രിഷ്വദീശേഷു കോ മഹാൻ. ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിനോട് കഥ തുടരുകയാണ്. ഈ പരീക്ഷത്തെ ഋഷയാ സരസ്വത്യാ തടേ സത്രം ആസദ. പണ്ട് മഹർഷിമാരെല്ലാവരും കൂടി സരസ്വതീ നദിയുടെ തീരത്തിൽ ഒരു സത്രം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ത്രിഷു അതീശേഷു 3 ദേവശ്രേഷ്ഠന്മാരിൽ, അതായത് ത്രിമൂർത്തികളുടെ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരിൽ മഹാൻ ക ആരാണ് ഏറ്റവും മഹാനായിട്ടുള്ളത്? 3 പേരിൽ കൂടുതൽ കേമത്വം മഹത്വം ആർക്കാണ് എന്ന് ഒരു വിതർക്ക വാദപ്രതിവാദം തേഷാം സമഭൂൽ അവരുടെ ഇടയിലുണ്ടായി. തസ്യ ജിജ്ഞാസയാ തേ വൈ ഭൃഗും ബ്രഹ്മസുതം നൃപാ തജ്ഞപദൈ പ്രേഷയാമാസു സോഭ്യകാൽ ബ്രഹ്മണഃ സഭാം. ഏ നൃപ, പരീക്ഷിത്തെ തസ്യ ജിജ്ഞാസയാ അതിൻ്റെ തത്വം അറിയാൻ, അത് പരീക്ഷിച്ചറിയാനുള്ള ആഗ്രഹം കൊണ്ട് തേ വൈ അവരാകട്ടെ, അതായത് മഹർഷിമാരെന്ത് ചെയ്തു? തങ്ങളുടെ പ്രതിനിധിയായിട്ട് ബ്രഹ്മസുതം ഭൃഗും തജ്ഞപദൈ, അതായത് ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള ഭൃഗു മഹർഷിയെ അതറിഞ്ഞു വരാൻ വേണ്ടിയിട്ട് പ്രേക്ഷയാമാസു അദ്ദേഹത്തിനെ നിയോഗിച്ചു. അദ്ദേഹം ബ്രഹ്മണ സഭാം അഭ്യകാൽ. അപ്പോൾ 3 പേരെയും പരീക്ഷിക്കണമല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഭൃഗു മഹർഷി ആദ്യം ബ്രഹ്മാവിൻ്റെ സഭയിലേക്കാണ് അങ്ങോട്ട് കയറി ചെന്നത്. എന്താ ഈ ത്രിമൂർത്തികളെ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധ സാത്വിക ഗുണം ഈ ത്രിമൂർത്തികളിലെ ആർക്കാണ് എന്നാണ് അവർക്ക് അറിയേണ്ടിയിരുന്നത്. ശുദ്ധ സത്വഗുണം തേഷാം യസ്മിൻ സംവിദ്യതേ മുനേ എന്ന് ആ മഹർഷിയോട് മഹർഷിമാരെല്ലാവരും കൂടി പറയുകയാണ്. ഭൃഗു മഹർഷിയോട് ആർക്കാണ് കൂടുതൽ സാത്വിക ഭാവം ഉള്ളതെന്ന് അറിഞ്ഞു വരാൻ പറയുകയാണ്. നതസ്മൈ പ്രഹ്വണം സ്തോത്രം ചക്രേ സത്വപരീക്ഷയാ തസ്മൈ ചുക്രോധ ഭഗവാൻ പ്രജ്വലൻ സ്വേന തേജസാ സത്വപരീക്ഷയാ തസ്മൈ പ്രഹ്വണം സ്തോത്രം ന ചക്രേ. അപ്പോൾ ഈ ഭൃഗുമഹർഷി എന്ത് ചെയ്തു? ഓരോരുത്തരെ പരീക്ഷിക്കല്ലേ. ആദ്യം തൻ്റെ അച്ഛനായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ അടുത്താണ് കയറി ചെന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ ആ സാത്വികത പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഒന്ന് പ്രഹ്വണം ചെന്നിട്ട് അഭിവാദനം ചെയ്യുകയെ അല്ലെങ്കിൽ അതിനെ സ്തുതിക്കുകയെ നമസ്കരിക്കുകയെ ഒന്നും ചെയ്തില്ല. ബ്രഹ്മാവിൻ്റെ പുത്രനാണ് ഭൃഗുമഹർഷി. ഭഗവാൻ സ്വേന തേജസ പ്രജ്വലൻ തസ്മൈ ചുക്രോധ. ഇത് കണ്ടപ്പോൾ ബ്രഹ്മാവിന് അങ്ങോട്ട് വളരെ കോപം വന്നു. തൻ്റെ തേജസ് കൊണ്ട് അങ്ങോട്ട് ഉജ്ജ്വലിച്ചവനായിട്ട് ഭൃഗുവിൻ്റെ മഹർഷിയോട് അടുത്തേക്കാണ്ട് കോപിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു. സ ആത്മന്യുഹിതം മന്യും ആത്മജായാത്മനാ പ്രഭു ആശീഷമല്യഥാവന്യം സ്വയോന്യാവാരിണാത്മഭൂ. അങ്ങനെ കോപം വന്നു വെച്ചാലും പ്രഭു സ ആത്മഭൂ, പ്രഭുവായിട്ടുള്ള ആ ബ്രഹ്മദേവൻ ആത്മജായ ആത്മനി ഉത്ഥിതം തൻ്റെ പുത്രൻ്റെ നേർക്ക് തന്നിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരുന്ന മന്യും കോപത്തെ സ്വയോന്യ വന്യം വാരിണായത ആത്മനാ അശീശമൽ. അതായത് തൻ്റെ തന്നെ സന്താനങ്ങളാണ്. എന്താണ്? അഗ്നിയും ബ്രഹ്മാവിൽ നിന്നുണ്ടായതാണ്, ജലവും ബ്രഹ്മാവിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ആ കോപാഗ്നിയെ എന്ത് ചെയ്തു? തന്നിൽ നിന്നുണ്ടായിട്ടുള്ള വാരിണ ജലം കൊണ്ട് അങ്ങോട്ട് തന്നെ താൻ ശമിപ്പിച്ചു എന്ന് പറയുകയാണ്. അതായത് തന്നെ ആദരിക്കാഞ്ഞുകൊണ്ട് കോപാധിക്കുണ്ടായിച്ചാലും ആ പുത്രസ്നേഹം എന്നുള്ള ആ ഭാവം കൊണ്ട് ശമിപ്പിച്ചു എന്നാണ് ഇവിടെ ഭാവം. അത് ഏത് മാതിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നിയെ ജലം കൊണ്ട് തണുപ്പിക്കണ മാതിരി.
അപ്പം തന്നെ മാനിക്കാതിരുന്ന ആൾക്കാരെയൊക്കെ പെട്ടെന്ന് കോപിക്കുക എന്നുള്ള എന്താണ്? അത് രജോ ഗുണത്തിൻ്റെ സ്വഭാവമാണ്, സാത്വികല്ല. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ പരീക്ഷയിൽ തോറ്റത്. തഥാ കൈലാസമഗമൽ സതം ദേവോ മഹേശ്വര പരിരബ്ധും സമാരേഭേ ഉത്ഥായ ഭ്രാതരം മുദാ നൈച്ചൽ ത്വമസ്യുൽ അസ്യുൽപദക ഇതി ദേവശ്ചുകോവഃ. തഥാ അതിനുശേഷം ആ ഭൃഗു മഹർഷി എവിടേക്കാണ് പോയത്? കൈലാസത്തിലേക്കാണ് പോയത്. അവിടെ ദേവ മഹേശ്വര ഉത്ഥായ, ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ്, ബ്രഹ്മാവിൻ്റെ പുത്രനാണല്ലോ പരമേശ്വരൻ. അപ്പോൾ സഹോദരനായിട്ടുള്ള ഭൃഗുവിനെ ഭ്രാതരം തം കണ്ടിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ഉത്ഥായ പരിരബ്ധും സമാരേഭി, വേഗം ചെന്ന് ഭൃഗു മഹർഷി ഇങ്ങോട്ട് ആലിംഗനം ചെയ്യാനാണ് പുറപ്പെട്ടു. ആ സമയതത്വം ഉൽപ്പതക ആസി, നീ എന്നെ തൊടണ്ട എന്ന് പറഞ്ഞിട്ട് ഭൃഗു മഹർഷിയാണ് കോപിച്ചു. എന്താണ് നീ ആ ഉൽപ്പതകാമി, അതായത് ഒരു ഉൽപ്പതകാമിയാണ് നീ, വേണ്ട രീതിയിൽ തെറ്റായിട്ടുള്ള മാർഗങ്ങളിൽ കൂടെ ചെന്ന് ചരിക്കുന്ന ആളാണ് നീ. അതായത് ഈ ശ്മശാനത്തിൽ പോയി നൃത്തം ചെയ്യുക, തലയൂട്ടിയൊക്കെ ധരിക്കുക, ഇങ്ങനെയുള്ള ഓരോ വേദന, അതായത് നല്ല നേരായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവനാണ് നീ, അതുകൊണ്ട് എന്നെ തൊടണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും ഐച്ചൽ, പരമേശ്വരൻ അത് ഇഷ്ടപ്പെട്ടില്ല. എന്ത് ചെയ്തു? ദേവ ചുകോപക, പെട്ടെന്ന് അങ്ങോട്ട് കോപം വരും ചെയ്തു. ശൂലമുദ്യമ്യതം ഹന്തുമാരേവേ തിഗ്മലോചന പതിത്വാപാദയോർദേവി സാന്ത്വയാമാസ തം ഗിരാ. തിഗ്മലോചന ശൂലമുദ്യമ്യ തം ഹന്തും ആരേവേ. ഭഗവാൻ പരമേശ്വരൻ കണ്ണങ്ങനെ തുറിച്ച് തൻ്റെ ശൂലെടുത്തിട്ട് ആ ഭൃഗുമഹർഷിയെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് പുറപ്പെട്ടു. ദേവി പാർവതീ ദേവി വേഗം വന്നിട്ട് ആ പരമേശ്വരൻ്റെ കാൽക്കൽ അങ്ങോട്ട് വീണ് അദ്ദേഹത്തെ ഗിരാ സാന്ത്വയ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ സമാധാനിപ്പിച്ചു. അധോ ജഗാമ വൈകുണ്ഠം യത്ര ദേവോ ജനാർദ്ദന ശയാനം ശ്രിയ ഉത്സംഗേ പദാവക്ഷസ്യതാടയൽ. അതിനുശേഷം ഇവിടെ പരമേശ്വരനും ഈ കോപം വന്നു കാരണം അദ്ദേഹവും പരീക്ഷയിൽ പരാജയപ്പെട്ടു. അതിനുശേഷം ഭൃഗു മഹർഷി ദേവ ജനാർദ്ദന എത്ര, സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു എവിടെ ഉണ്ടോ അവിടേക്ക് വൈകുണ്ഠം ജഗാമ, വൈകുണ്ഠത്തിലേക്കാണ് പോയത്. ശ്രിയ ഉത്സംഗേ ശയാനം വക്ഷസി പദ അടയൽ. ആ മഹാവിഷ്ണു എന്ത് ചെയ്യാണ് ആ സമയത്ത്? അദ്ദേഹം വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ ലക്ഷ്മി ദേവിയുടെ മടിയിൽ തലയും വെച്ച് അങ്ങനെ കടന്നുറങ്ങുകയാണ് മഹാവിഷ്ണു. വേഗം അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്തു? വക്ഷസി പദ അടയൽ, വേഗം ചെന്ന് ഒന്നും അറിയാത്ത മാതിരി തൻ്റെ കാലുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ മാരടത്തിൽ ഒരൊറ്റ ചവിട്ടാണ്ട് ചവിട്ടി. തഥ ഉത്ഥായ ഭഗവാൻ സഹലക്ഷ്മ്യാ സതം ഗതി സുതൽപാൽ അവരുഹ്യാഥ ശിരസാമുനിം. തഥാ അപ്പോൾ സദാം ഗതി, സത്തുക്കൾക്ക് എല്ലാവർക്കും ആശ്രയഭൂതനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മിയാ സഹ, ലക്ഷ്മീദേവിയോടുകൂടി പെട്ടെന്ന് എഴുന്നേറ്റ് ഉത്ഥായ സ്വതൽപാൽ അവരുഹ്യ, തൻ്റെ ആ തൽപ്പത്തിൽ നിന്ന് താഴ്ത്തേക്ക് ഇറങ്ങിയിട്ട് ആ അധ മുനിയും ശിരസാ നനാമ, കോപിക്കൊന്നല്ല ചെയ്ത് വേഗം എന്ത് ചെയ്തു? ആ മഹർഷിയുടെ കാൽക്കൽ അങ്ങോട്ട് വീണ് നമസ്കരിച്ചു. ആഹവേ സ്വാഗതം ബ്രഹ്മൻ നിഹീതാത്രാസനേക്ഷണം അജാനതാമഗതൻ ക്ഷന്തുമർഹതന പ്രഭോ. ആലോചിച്ച് 3 നിർത്ത് കിട്ടിയിട്ടുള്ള ആദ്യത്തിൽ ബ്രഹ്മാവിനെ ആദരിക്കാണ്ടിരുന്ന സമയത്ത് അവിടെ ബ്രഹ്മാവിൻ്റെ മനക്ഷോഭം, അദ്ദേഹം ഉള്ള പെരുമാറ്റം ഒരുവിധം അദ്ദേഹം ഒതുക്കി കോപത്തിനെ. പരമേശ്വരൻ്റെ അടുത്ത് നിന്ന് ശൂലെടുത്ത് വധിക്കാൻ തന്നെ വന്നു. ഇപ്പോൾ ഭഗവാന്റെ അടുത്ത് ചെന്നപ്പോൾ എന്തേ ചെയ്തത്? വേഗം ആ ഭഗവാൻ ഭൃഗുമഹർഷിയുടെ കാൽക്കലാണ് വീണ ചെന്നിട്ട് എന്തേ പറഞ്ഞ, ഏ ബ്രഹ്മൻ പ്രഭോ, ബ്രഹ്മർഷേ തേ സ്വാഗതം, അങ്ങയ്ക്ക് സ്വാഗതം. അത്ര ആസനേ ക്ഷണം നിഷീത, ഈ ആസനത്തിൽ കുറച്ച് നേരെ ഇരിക്കൂ. വ ആഗതാൻ അജാനതാം ന ക്ഷന്തും അർഹത, അതായത് ആദ്യം അങ്ങയെ ആഗതനായിട്ട് അറിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങയെ വേണ്ട രീതിയിൽ മാനിക്കാതെ പോതില്ല, ഞങ്ങളുടെ അപരാധം ഉണ്ടല്ലോ അത് പൊറുക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭൃഗുമഹർഷിയുടെ കാൽക്കൽ വീണത്. അതീവ കോമളൗ താത ചരണൗ തേ മഹാമുനി ഇത്യുക്വാ വിപ്രചരണൗ മർദ്ദയൻ സ്വേന പാണിന എന്ന് മാത്രമല്ല, താതാ മഹാമുനി, പ്രിയപ്പെട്ടവനായിട്ടുള്ള മഹാമഹർഷിയെ, അങ്ങയുടെ ആ പാദങ്ങളെ വളരെ മൃദുലാണ്, കോമളങ്ങളാണ് എന്നും പറഞ്ഞുകൊണ്ട് വിപ്രചരണവും ആ ബ്രാഹ്മണൻ്റെ ആ ചരണങ്ങളെ സ്വേന പാണിന മർദ്ദയൻ, തൻ്റെ ആ കൈകളെ കൊണ്ട് മഹാവിഷ്ണു എല്ലാം ഒന്നിങ്ങനെ തലോടി കൊടുത്തു. പുനീഹി സഹലോകം മാം ലോകപാലാംശ്ച മദ്ഗതാൻ
പാദോദകേന ഭവത തീർത്ഥാനാം തീർത്ഥകാരിണ. എന്താണ് ഭഗവാൻ പറയണത്? തീർത്ഥാനാം തീർത്ഥകാരിണ ഭവത പാദോദകേന. എല്ലാ തീർത്ഥങ്ങൾക്ക് പോലും അതിൻ്റെ ആ പാവനത്വം, ആ തീർത്ഥഭാവം ഉണ്ടല്ലോ, അത് നൽകുന്ന അങ്ങയുടെ ഈ പാദതീർത്ഥത്താൽ സഹലോകം മാം, ഈ ലോകങ്ങളോട് കൂടിയ എന്നെയും, അതായത് ലോകങ്ങളോട് കൂടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലാണ് എല്ലാ പ്രപഞ്ചങ്ങളും ഉള്ളത്. അപ്പോൾ ആ എന്നെ അനുഗ്രഹിച്ചു വെച്ചാൽ ഈ ലോകങ്ങളിൽ മൽഗതാൻ, എന്നിലുള്ള അടങ്ങിയിരിക്കുന്ന ഈ ലോകങ്ങളെയും ലോകപാലന്മാരെയും പുനീഹി, അങ്ങയുടെ പാദസ്പർശം കൊണ്ട് അങ്ങ് ശുദ്ധീകരിക്കണേ എന്നാണ് പറയുന്നത്. ത്യാഗം ഭഗവം ലക്ഷ്മ്യ ആസമേകാന്തഭാജനം വത്സ്യത്വിരസിമേ ഭൂതിർ പാദഹതം ഗസാ. ഈ ഭഗവൻ അല്ലയോ മഹർഷി, അദ്യാഹം ഞാനിതാ ലക്ഷ്മിയ ഏകാന്തഭാജനം ഞാനിപ്പോൾ ഇതാ ഐശ്വര്യ ദേവതയായിട്ടുള്ള ലക്ഷ്മി ഭഗവതിയുടെ ഏകാന്തവാസത്തിന് പാത്രമായി തീർന്നിരിക്കുന്നു പറയുകയാണ്. കാരണം എന്താണ്? ഭവൽ പാദഹതാം ഹസ, അങ്ങയുടെ ആ പാദങ്ങൾ സ്പർശം കൊണ്ട് എൻ്റെ മാരടത്തിൽ അങ്ങനെ സ്പർശിക്കുന്നതുകൊണ്ട് എൻ്റെ പാപങ്ങളെല്ലാം തീർന്നു. അതുകൊണ്ട് എൻ്റെ ഉരസി മേ ഉരസി ഭൂതി വത്സ്യതി, എപ്പോഴും ലക്ഷ്മി ഭഗവതി എൻ്റെ മാരടത്തിൽ തന്നെ വസിക്കും. കാരണം അത്ര അധികം പരിഭാവനായി തീർന്നു എന്ന് പറയുകയാണ്. എന്ന് മാത്രമല്ല, ഇവിടെ ഈ വത്സ്യതി എന്നുള്ളതിൽ ഒരു, അതായത് അങ്ങയുടെ പാദമുദ്ര കൊണ്ട് പരിശുദ്ധത്തിലുള്ള മാരടത്തിൽ ലക്ഷ്മി ഭഗവതി വസിക്കും എന്നുണ്ട്. ഇത് മാത്രമല്ല, അങ്ങയുടെ ആ പാദമുദ്രയാണ് എൻ്റെ മാറിൽ ശ്രീവത്സം എന്നുള്ള മറുവായിട്ട് ഇരിക്കുന്നത്. എപ്പോഴും എനിക്കൊരു അലങ്കാരമായിട്ട് അങ്ങനെ ഞാൻ അങ്ങയെ അതിൽ അതായിട്ട് അങ്ങ് എന്നെ ശുദ്ധീകരിച്ചു എന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു മുദ്രയായിട്ട് എൻ്റെ മാരടത്തിൽ എപ്പോഴും ഉണ്ടാവും ചെയ്യട്ടെ എന്നാണ് ഭഗവാൻ ഭൃഗുമഹേശ്വരർ പ്രാർത്ഥിച്ചത്. ശ്രീശുവൗവാച ഏവം ബ്രുവാണേ വൈകുണ്ഠേ ഭൃഗു തന്മന്ത്രയാഗിര നിർവൃത സ്തർപ്പിതസ്തൂഷ്ണിം ഭക്തിയുൽക്കണ്ഠോ അശ്രുലോചന. ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, ആലോചിച്ച് നോക്കൂ, ഇപ്രകാരം മഹാവിഷ്ണു വളരെ ഭക്തിയോട് കൂടിയിട്ട് പറഞ്ഞപ്പോൾ എങ്ങനെയാണ്? തൻ മന്ത്രയാ ഗിര, അദ്ദേഹത്തിൻ്റെ വളരെ സ്നിഗ്ധ ഗംഭീരമായിട്ടുള്ള വാക്കുകളാൽ നിർവൃതനായിട്ടുള്ള ഭൃഗുമഹർഷി സർപ്പിത സന്തുഷ്ടനായി ഭക്തി ഉത്കണ്ഠ, ഭക്തി കൊണ്ട് അങ്ങനെ തൊണ്ടയിടറിക്കൊണ്ട് അശ്രുലോചനം ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ട് അതൊന്നും മിണ്ടാണ്ട, ഭഗവാൻ ഒന്നും പറയാണ്ട് തൂഷ്ണീം ആസൻ, അത് മിണ്ടാണ്ടിരുന്നു എന്ന് പറയാണ്. പുനശ്ച സത്രമാമ്രജ്യ മുനീനം ബ്രഹ്മവാദിനം സ്വാനഭൂതമശേഷേണ രാജൻ ഭൃഗുരവർണ്ണയൽ. അതിനുശേഷം രാജൻ പരീക്ഷിത്തെ പുനച്ച ബ്രഹ്മവാദിനാം, ആ വേദാർത്ഥ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മഹർഷിമാരുടെ ഇടയിലേക്ക് ഭൃഗു മുനീനാം സത്രം ആവർജ്യ മടങ്ങി വന്നിട്ട് സ്വാനുഭൂതം ആശേഷേണ അവർണ്ണയൽ, തനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെല്ലാം അവർക്ക് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. തന്നിശമ്യാധമുനയോ വിസ്മിതാമുക്ത സംശയ ഭൂയം സംശ്രദ്ധദുർവിഷ്ണം യതശാന്തിർ യതോ ഭയം. തത് നിശമ്യ, അത് കേട്ടതിന് ശേഷം വിസ്മിത മുക്ത സംശയാമുനയ, വളരെ വിസ്മയിച്ചവരായവരും സംശയം നീങ്ങിയവരുമായി ഭവിച്ച ആ മഹർഷിമാരെല്ലാവരും മഹാവിഷ്ണുവിനെ തന്നെ ഭൂയാംസം കൂടുതൽ മഹാത്മ്യമേറിയവനായി ശ്രദ്ധതു മനസ്സിലാക്കി ശ്രദ്ധിച്ചു എന്ന് പറയണം. കാരണം ശാന്തി, യാതൊരാളിൽ ശാന്തിയും ആ മനോനിഗ്രഹവും അതുമാതിരി യാതൊരാളിൽ തന്നെ അഭയം, എല്ലാവർക്കുള്ള അഭയം സംരക്ഷണവും ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അവരത് മനസ്സിലാക്കി. ധർമ്മ സാക്ഷാൽ യതോ ജ്ഞാനം വൈരാഗ്യം ചതന്വിതം ഐശ്വര്യം ചാഷ്ടതായസ്മൽ യശശ്ചാത്മമലാവഹം. ആ ഭഗവാന്റെ ആ ഗുണങ്ങളെ കൊണ്ട് തന്നെ ഭഗവാനിൽ നിന്നാണ് ഈ ധർമ്മം, അതുമാതിരി ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഈ സാക്ഷാൽ ജ്ഞാനം, അതിനോടൊന്നിച്ചുള്ള വൈരാഗ്യം ഇതൊക്കെ ഉണ്ടാവുന്നത്. അതുമാതിരി തന്നെ ഭഗവാനിൽ നിന്ന് തന്നെയാണ് അണിമാതി ഐശ്വര്യങ്ങളും, അതുമാതിരി ആത്മമലാമഹം യശജ, അന്ധക്കരണത്തിലെ മാലിന്യങ്ങളെല്ലാം തീർക്കുന്ന കീർത്തിയും എല്ലാം ജനിക്കുന്നത് ആ വിഷ്ണു. അതുകൊണ്ട് തം വിഷ്ണു ഭൂയാംസം ശ്രദ്ധതു, അങ്ങനെയുള്ള ആ വിഷ്ണുവിനെ തന്നെ ഏറ്റവും മഹാത്മ്യമേറിയവനായിട്ട് അവരെല്ലാം ഉറപ്പിച്ചു എന്ന് പറയുകയാണ്. മുനീനം ന്യസ്തദണ്ഡാനാം ശാന്താനാം സമചേതസം അകിഞ്ചനാനാം സാധൂനാം
യമാഹു പരമംഗതിം. ആ ഭഗവാനെ തന്നെയാണ് എന്താണ് ന്യസ്തദണ്ഡാനാം ശാന്താനാം സമചേതസാം അതായത് ഹിംസാശീലത്തിന് തീരെ വിരമിച്ചവരും പ്രശാന്ത ചിത്തരായിട്ടുള്ളവരും എല്ലാവരോടും സമഭാവനയുള്ളവരും അകിഞ്ചനാനാം ഭൗതിക സമ്പത്തായിട്ട് ഒന്നുമില്ലാത്തവരും സാധൂനം സജ്ജനങ്ങളുമായ മുനീന മഹർഷിമാരുടെ പരമാം ഗതി ഏറ്റവും ആത്യന്തികമായുള്ള ഗതിയായിട്ട് യം ആഹുവ മഹാവിഷ്ണുവിനെ തന്നെയാണ് ശാസ്ത്രാദികളെല്ലാം പ്രഖ്യാപിക്കുന്നത്. സത്വം യസ്യ പ്രിയാമൂർത്തി ബ്രാഹ്മണാത്വിഷ്ടദേവത ഭജന്ത്യനാശിഷാന്ത യം വാ നിപുണബുദ്ധയാ. ആ യസ്യ അതായത് ആ മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ആരുടെ സത്വം പ്രിയാമൂർത്തി സാത്വികത അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വരൂപമാണ്. ഇഷ്ടദേവതകൾ ബ്രാഹ്മണര് അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവതകളാണ്. അതായത് അദ്ദേഹം വലിയ ബ്രഹ്മണ്യനാണ്. പിന്നെയോ അനാശിത നിഷ്കാമന്മാരായും ശാന്തന്മാരായും നിപുണബുദ്ധയ നല്ല ബുദ്ധി ഉറച്ചവരും നിപുണന്മാരുമായിട്ടുള്ള യം യാതൊരാളെയാണോ ഭജന്തി എല്ലാവരും ആരെയാണോ ഭജിക്കുന്നത് ആ മഹാവിഷ്ണു തന്നെയാണ് ഏറ്റവും മഹത്വമുള്ളവൻ എന്ന് അവർ വീണ്ടും ഉറപ്പിച്ചു. ത്രിവിധാകൃതയസ്തസ്യ രാക്ഷസ അസുരാസുര ഗുണിന്യാമായയാ സൃഷ്ട്വാ സത്വം തത്തീർത്ഥസാധനം തസ്യ ഗുണിന്യാമായയാ. അദ്ദേഹത്തിൻ്റെ ഈ സാക്ഷാൽ നിർഗുണസ്വരൂപ അല്ലെങ്കിൽ ഗുണങ്ങൾക്കെല്ലാം അതീതനായിട്ടുള്ള ഭഗവാന്റെ ഗുണസ്വഭാവമുള്ള മായയാൽ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ട രാക്ഷസ അസുര രാക്ഷസന്മാരും അസുരന്മാരും ദേവന്മാരും ത്രിവിധ ആകൃത ഈ 3 വിധത്തിലുള്ള സ്വരൂപങ്ങളുണ്ട് എന്ന് പറയുകയാണ്. അതായത് രജോ ഗുണത്തിൽ നിന്ന് അസുരന്മാരുണ്ടായി, തമോ ഗുണത്തിൽ നിന്ന് രാക്ഷസന്മാരുണ്ടായി, ദേവന്മാർ സാത്വിക ഭാവത്തിൽ നിന്നുണ്ടായി. എങ്കിലും സത്വം ഈ അതിലുള്ള സാത്വിക ഭാവ സ്വരൂപമാണ് അവയിൽ ഏറ്റവും പുണ്യമേറിയത് എന്നും അവർ ഉറപ്പിച്ചു. ശ്രീ ശുഭോവാച ഏവം സാരസ്വതാ വിപ്ര നൃണാം സംശയനുത്തയേ പുരുഷസ്യ പദാംബോജസേവയാ തദ്ഗതിം ഗതാ. ഇപ്രകാരം ശ്രീ സുബ്രഹ്മണ്യ പറയാണ് സാരസ്വതാ വിപ്ര സരസ്വതീ നദീരത്തുള്ള മഹർഷിമാരെ ഇങ്ങനെ നൃണാം സംശയാനുത്തയെ സംശയ നിവൃത്തിക്ക് വേണ്ടിയിട്ട് വിഷ്ണുവിൻ്റെ മഹത്വം നിർണയിച്ചിട്ട് പുരുഷസ്യ പദാംബോജന സേവയാ ആ പുരുഷനായിട്ടുള്ള ഭഗവാന്റെ പാദാരവിന്ദങ്ങളുടെ സേവനത്താൽ തദ്ഗതിം ഗത അവരെല്ലാവരും ആ ഭഗവത് ഗതിയെ പ്രാപിച്ചു എന്ന് പറയാം. അതായത് ദീർഘസത്രം അവസാനിപ്പിച്ചതിന് ശേഷം അവരുടെ സംശയങ്ങളൊക്കെ തീർന്ന് അവരെല്ലാവരും ഭഗവത് പ്രാപ്തി നേടി എന്നാണ് ശ്രീ സുബ്രഹ്മണ്യ പറയുന്നത്. സോതൗവാച ഇത്യേതന്മുനിതനയാസ്യ പത്മഗന്ധവിയൂഷം ഭവഭയതിൽ പരസ്യ പുംസാ സുശ്ലോകം ശ്രവണപുടൈർപിബത്യതീക്ഷ്ണം പാന്തോദ്ഭ്രമണ പരിശ്രമം ജഹാദി. ശ്രീ സൂതൻ ശൗനകാദികളോട് പറയുകയാണ് ഈ ഇടയിൽ ഇപ്രകാരം മുനിതനയ ആസ്യപത്മ ഗന്ധവിയൂഷം. മുനിതനയ എന്ന് പറഞ്ഞാൽ വ്യാസമുനിയുടെ പുത്രനായിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യയുടെ ആ മുഖപത്മത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വളരെയധികം സുഗന്ധം കലർന്നതും അമൃതമായതും ഭവഭയഭിൽ അതായത് സംസാര ഭയത്തെ ഭേദിക്കുന്നതും ഇപ്രകാരമുള്ള പരമപുരുഷന്റെ സുശ്ലോകം സൽകീർത്തിയെ യപ്പാന്ത ഈ സംസാരപഥത്തിലെ യാത്രക്കാരനായിട്ടുള്ള ആരാണോ ശ്രവണപദൈ അവീക്ഷണം പിബതി തങ്ങളുടെ ശ്രോത്രപുടങ്ങളാൽ തുടരെ വീണ്ടും അങ്ങനെ പാനം ചെയ്യുന്നത് അവൻ അധ്വഭ്രമണം പരിശ്രമം ആ യാത്രയിലെ വഴിയിൽ വരുന്ന ചുറ്റിത്തിരിച്ചിട്ടുള്ള യാത്രാക്ലേശത്തെ ജഹാദി ഉപേക്ഷിക്കുന്നു. അതാണ്ട് ഭഗവത് കഥകളെ ശ്രീശോമേശ്വരൻ്റെ മുഖത്ത് കേൾക്കുന്ന ഭഗവത് കഥാമൃതം ആസ്വദിക്കുന്ന യാത്രക്കാർക്ക് സംസാരത്തിലൂടെ നടക്കുന്ന ആൾക്കാർക്ക് ആ സംസാര ക്ലേശങ്ങൾ ഒട്ടും ഉണ്ടാവില്ല. ഇനി ഈ അധ്യായത്തിൻ്റെ ബാക്കി ഭാഗം സന്താനഗോപാലം എന്ന് പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ചരിത്രമാണ് ശ്രീ സുബ്രഹ്മണ്യ പറയണത്. ശ്രീ സുവാച ഏകദാ ദ്വാരവത്യാം തു വിപ്രപത്ന്യാ കുമാരക ജാതമാത്രോ ഭുവം സ്പൃഷ്ട്വാ അമാര കില ഭാരത. ഏ ഭാരത പരീക്ഷിത്തെ ദ്വാരവത്യാം ഏകദാതു ഒരിക്കലും അങ്ങനെ ദ്വാരകയിൽ ഒരു ബ്രാഹ്മണ പത്നിയോട് വിപ്രപത്ന്യാ കുമാരക
ഒരു ബ്രാഹ്മണ പത്നിയുടെ പുത്രൻ ജാതമാത്ര പിറന്ന് വീണ ഉടനെ ഭുവൻ സ്പൃഷ്ട ഭൂമിയെ സ്പരിശിച്ച് അതേ സമയത്ത് മാത്രയിൽ മമാരകില മരിച്ചുപോയി പോൽ എന്ന് പറയുകയാണ്. അങ്ങനെ ഉണ്ടായി. ജനിച്ച ഉടനെ തന്നെ ആ ഭൂമിയിലാണ് വീഴുമ്പോഴേക്കും കുട്ടി അങ്ങോട്ട് മരിക്കും. അങ്ങനെ ഉണ്ടായി. വിപ്രോ ഗൃഹീത്വാമൃതകം രാജ്യദ്വാര്യുപധായസ ഇതം പ്രോവാച വിലപൻ ആതുരോ ദീനമാനസ. ആ ബ്രാഹ്മണൻ തൻ്റെ ദീനമാനസനായിട്ട് ആതുരനായിട്ട് എന്തു ചെയ്യും? മൃതകം ഗൃഹീത്വ തൻ്റെ ആ മൃത ബാലൻ്റെ ശരീരം എടുത്തുകൊണ്ട് രാജദ്വാരി കൊട്ടാരത്തിൻ്റെ ഗോപുരദ്വാരം ഇങ്ങനെ ചെന്ന് വിലപൻ ഇതം പ്രവാച വളരെയധികം ഉറക്കെ ആ കലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ബ്രഹ്മദ്വിഷ ഷഡതിയോ ലുബ്ധസ്യ വിഷയാത്മനം ക്ഷത്രബന്ധോ കർമ്മദോഷൽ പഞ്ചത്വം മേഘദോദ്ഭക. ബ്രഹ്മദ്വിഷ അതായത് ബ്രാഹ്മണ വിദ്വേഷിയും ഷഡതിയ ദുർവാശിക്കാരനും ലുബ്ധസ്യ പണക്കൊതി മുഴുത്തവനും വിഷയാത്മനവരും വിഷയഭോഗങ്ങളിൽ മാത്രം മനസ്സിരുത്തുന്നവനുമായ ക്ഷത്രബന്ധോ നീചനായിട്ടുള്ള ക്ഷത്രിയൻ്റെ കർമ്മദോഷം കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ഷത്രിയൻ രാജ്യം ഭരിക്കൊണ്ട് അവൻ്റെ ദോഷം കാരണം മേ അർഭക പഞ്ചത്വം ഗത. ഈ രാജാക്കന്മാർ ദുഷ്ടരാജാക്കന്മാരുടെ ഭരണം കാലത്താണ് ഈ ബാലമരണങ്ങളൊക്കെ ഉണ്ടാവുക. അതാണ് ഈ ബ്രാഹ്മണൻ സൂചിപ്പിക്കുന്നത്. എൻ്റെ മകൻ മരിച്ചത് ഇത് കാരണമാണ്. ഇവിടുത്തെ ഈ ദുഷ്ടരാജാക്കന്മാരുടെ അവരുടെ ഈ ബ്രാഹ്മണ വിദ്വേഷത്വവും അവരുടെ ദുർവാശിയും പണക്കൊതിയും അതുമാതിരി വിഷയഭോഗങ്ങളിലുള്ള ലാലസത്വമൊക്കെ കൊണ്ടാണ് എന്നങ്ങനെ വിലപിച്ച് പറയുകയാണ്. ഹിംസാവിഹാരം നൃപതി ദുശ്ശീലമതിരേന്ദ്രിയം പ്രജാപജന്യസീദന്തി ദരിദ്രാ നിത്യദുഃഖിത. ഇപ്രകാരം ഹിംസാവികാരം ദുശ്ശീലം അതായത് വെറും ഹിംസയിൽ മാത്രം മുഴുകി കഴിയുന്നവനും ദുസ്വഭാവിയും അജിതേന്ദ്രിയം ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവനുമായ രാജാവിനെ ഭജന്ത്യ പ്രജ അവരെ ആഗ്രഹിക്കുന്ന പ്രജകള് ദരിദ്ര നിത്യദുഃഖിത സീതന്തി അവരും ഈ രാജാവിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ബാലമരണം ഉണ്ടാവുന്ന മാത്രമല്ല ഈ അവരെ ആശ്രയിച്ച് കഴിയുന്ന പ്രജകൾക്ക് എല്ലാവർക്കും ദാരിദ്ര്യവും തീരാ ദുഃഖവും തന്നെയാണ് ഫലമായിട്ടുണ്ടാവുക എന്നിങ്ങനെ പറയുകയാണ്. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോവും. ആരും ഒന്നും ശ്രദ്ധിച്ചില്ല. ഏവം ദ്വിതീയം വിപ്രഷി തൃതീയം തേവമേച ഏവച വിസൃജ്യ നൃപദ്വാരി താം ഗാഥാം സമഗായത. ഇപ്രകാരം സ വിപ്രഋഷി ആ ഋഷിതുല്യനായിട്ടുള്ള ബ്രാഹ്മണൻ ദ്വിതീയം തൃതീയം ഒരു കുട്ടി മരിച്ചു, അവിടെ കൊണ്ടേ കരഞ്ഞു, തിരിച്ചു കൊണ്ടു, വീണ്ടും രണ്ടാമതും ഉണ്ടായി, അത് കഴിഞ്ഞ് മൂന്നാമതും ഉണ്ടായി. ഓരോരോ കുട്ടിയും ജനിച്ച് ഉടനെ തന്നെ മരിക്കും. എന്നിട്ടോ ഇതേമാതിരി നൃപദ്വാരി വിസൃജ വീട്ടിലെത്താ കൊട്ടാരവാതിൽ കൊണ്ടുവച്ച് താം ഗാഥാം സമഗായതേ വല്ലവിധൻ അങ്ങനെ പാടിക്കൊണ്ടിരുന്നു. താം അർജുനൗപാശ്രിത്യ കർഹിജിൽ കേശവം പരേ നവമേ ബാലേ ബ്രാഹ്മണം സമഭാഷത. നവമേ ബാലേ പരേതേ അതായത് 9ാമത്തെ കുട്ടി മരിച്ചിരിക്കണ സമയത്ത് ഇതേമാതിരി അവിടെ വന്ന് ഈ ഗാഥ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേശവാന്തികെ അർജുന ഭഗവാന്റെ അടുത്ത് അർജുനനും ഉണ്ടായിരുന്നു. അർജുനനും ആ പല്ലവി കേട്ട് ഉപശ്രുത്യ ബ്രാഹ്മണം സമഭാഷത. അർജുനൻ ഇത് കേട്ട് മറ്റാരും ഇതുവരെ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അർജുനൻ ഇത് കേട്ട പോലെയാണ് വിഷമം തോന്നി. അർജുനൻ എന്ത് ചെയ്തു? വേഗം ചെന്ന ബ്രാഹ്മണനോട് ചെന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: കിംസുൽ ബ്രഹ്മം ത്വന്നിവാസേ ഇഹ നാസ്തി ധനുർധര രാജന്യബന്ധുരേ ദേവൈ ബ്രാഹ്മണ സത്രമാസരേ. ഏ ബ്രഹ്മൻ അല്ലയോ ബ്രാഹ്മണ, കിംസുൽ ഇതെന്താണ്? ത്വന്നിവാസ അങ്ങയുടെ നാട്ടില് ധനുർധര രാജന്യബന്ധു ന അസ്ഥി. അതായത് നിങ്ങളുടെ അങ്ങയുടെ ഈ നാട്ടില് ഒരു പൊട്ട ക്ഷത്രിയൻ പോലും, രാജന്യബന്ധു എന്ന് പറഞ്ഞാൽ ഒരു കഴിവില്ലാത്ത ക്ഷത്രിയനും കൂടി ഇല്ലാണ്ടായി പോയില്ലേ, കഷ്ടം എന്ന് പറയാണ്. ഏതേവ ഇവരൊന്നും ക്ഷത്രിയന്മാരല്ല, ബ്രാഹ്മണ സത്രമാസത. ഇവരൊക്കെ ബ്രാഹ്മണരായിട്ട് സത്രം അഴിച്ച് നടക്കുന്ന ആൾക്കാരാണെന്ന് പറയാണ്. കാരണം ഇവരൊന്നും അമ്പെടുത്തിട്ട് യുദ്ധം ചെയ്തില്ല, ശീലിച്ചില്ല ഇവരെന്ന് പറയാണ്. ധനധാര ആത്മജ ആവൃക്ത എത്ര ശോചന്തി ബ്രാഹ്മണ ദേവൈ രാജന്യവേഷേണ നവാജീവന്ത്യസുംഭര. എന്താ കാരണം വെച്ചാൽ എത്ര ബ്രാഹ്മണ ധനധാര ആത്മജ ആവൃക്ത ശോചന്തി. ഏതൊരു രാജ്യത്താണോ ബ്രാഹ്മണന്മാര് തങ്ങൾ ധനം കൊണ്ടോ ഭാര്യാസന്താനങ്ങളാലൊക്കെ വിരഹിതരായിട്ട് ഇങ്ങനെ വളരെയധികം വിഷമിക്കുന്നത്, ദേവൈ അവരാകട്ടെ അതായത് ആ രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാര് രാജന്യവേഷണം ക്ഷത്രിയ വേഷത്തില് നാട്യത്തിലുള്ള അസുംഭര വെറും ജീവധാരണ
സമ്പത്തിന് വേണ്ടിയിട്ട് വെറും വേഷം കെട്ടി നടക്കുന്ന ക്ഷത്രിയന്മാരാണെന്ന് പറയുകയാണ്, നടന്മാരെ പോലെ. അവരങ്ങനെ ജീവിതം നയിക്കുന്ന മാത്രമേ ഉള്ളൂ, അവർ യഥാർത്ഥത്തിൽ ക്ഷത്രിയരെന്നല്ല എന്ന് പറയുകയാണ്. അഹം പ്രജാവാം ഭഗവൻ രക്ഷിഷ്യേദീനയോരിഹ അനിസ്തീർണ പ്രതിജ്ഞോ അഗ്നിം പ്രവേക്ഷേ ഹരകൽമഷ. ഞാൻ അങ്ങനെയൊന്നല്ല, ഞാൻ യഥാർത്ഥ ക്ഷത്രിയനാണ്, അങ്ങയെ ഞാൻ രക്ഷിക്കുകയും ചെയ്യാം ഇതെന്ന് പറയുന്നത്. അഹം പ്രജാവാം, അങ്ങയുടെ മക്കളെ കുട്ടികളൊക്കെ ഞാൻ രക്ഷിക്കുക. അതാണ് ഹേ ഭഗവൻ, അല്ലയോ ബ്രാഹ്മണ, ദീനയോ വാം പ്രജാം, വളരെ ദുഃഖിതരായുള്ള ഭവാന്മാരുടെ സന്തതിയെ അഹം രക്ഷിഷ്യേ, ഞാൻ രക്ഷിക്കും. ഇഹ അനിസ്തീർണ, ഇനി എന്തെങ്കിലും ഈ വിഷയത്തിൽ ഞാൻ ഒരു പ്രതിജ്ഞ എടുക്കാൻ അത് നിറവേറ്റാണ്ട് വന്നാൽ അഗ്നി പ്രവേശിച്ച് ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് എൻ്റെ ശരീരം തന്നെ ത്യജിച്ചിട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട്, അതായത് അതിനെ പ്രതിജ്ഞ പരിപാലിക്കാത്ത പാപത്തിൽ നിന്ന് ഞാൻ സ്വയം മോചിതനാവും ചെയ്യും. അതുകൊണ്ട് അങ്ങ് പേടിക്കുകയും വേണം, ഞാൻ എന്താ പ്രതിജ്ഞ ചെയ്യണോ, അങ്ങയുടെ അടുത്ത പുത്രനെ ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ബ്രാഹ്മണൻ പറയുന്നത്, ബ്രാഹ്മണവും വാച സംഘർഷണോ വാസുദേവ പ്രദ്യുമ്നോ ധന്വിനംബര അനിരുദ്ധോ പ്രതിരഥോ നത്രാതും ശക്നുവന്തിയൽ തത്കഥം नु ഭവാൻ കർമ്മ ദുഷ്കരം ജഗദീശ്വരൈ ചികീർഷസിത്വം ബാലിഷ്യൽ തന്ന ശ്രദ്ധത്മഹേ വയം. അപ്പൊ ബ്രാഹ്മണൻ പറയണ ബ്രാഹ്മണന് അറിയാം, ഭഗവാന്റെയൊക്കെ മഹത്വം നന്നായിട്ട് അറിയാം. അതാ പറയണത്, സംഘർഷണ സാക്ഷാൽ ബലരാമൻ, വാസുദേവ ശ്രീകൃഷ്ണൻ, ധന്വിനാംബര പ്രദ്യുമ്ന വില്ലെടുത്തവരിൽ മുമ്പനായിട്ടുള്ള പ്രദ്യുമ്നൻ, അപ്രതിരഥ അനിരുദ്ധ ആർക്കും എതിർക്കാൻ കഴിയാത്തവനായിട്ടുള്ള അനിരുദ്ധൻ എന്നിവരൊക്കെ എത്ര അതും ന ശക്നുവന്തി, ഈ യാതൊന്നിനെ സംരക്ഷിക്കുവാൻ അശക്തരായിരുന്നുവോ. ജഗദീശ്വരൻ, അവരെല്ലാവരും ജഗദീശ്വരന്മാരാണ്. അവരെക്കാൾ ദുഷ്കര അവർക്ക് കൂടി ചെയ്യാൻ എഴുതാത്തത് തൽക്കർമ്മ, ആ കർമ്മത്തെ ഭവാൻ കഥന്നു, അങ്ങ് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോണത് എന്ന് പറയുകയാണ്. ബാലിശ്യാൽ, വെറും കുട്ടിയോളമായി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ത്വം തൽ ചികിത്സ, അങ്ങനെ ചെയ്യാൻ വയം ന ശ്രദ്ധ, ഞാനത് ശ്രദ്ധിക്കണില്ല എന്ന് പറയണം. അങ്ങ് കുട്ടികളുടെ എന്തെങ്കിലും പറഞ്ഞു കേട്ട് നമ്മൾ ഇതാ വായാടിത്തം പറയണ മാതിരിയുള്ളത്. കാരണം എനിക്കറിയാം, സാക്ഷാൽ ഭഗവാന് കൂടിയിട്ട് ഭഗവത് രൂപത്തിലുള്ള ബലരാമൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, അവർക്ക് ആർക്കും സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഇനി ആർക്കും ഇത് പറ്റുമോ എന്നാണ് ബ്രാഹ്മണൻ ചോദിക്കുന്നത്. അർജുന ഉവാച നാഹം സംഘർഷണോ ബ്രഹ്മൻ ന കൃഷ്ണ കാശ്മീരേവ അഹം വാ അർജുനോ നാമ ഗാണ്ഡീവം യസ്യ വൈധനോ. അർജുനൻ അപ്പോഴേക്ക് തീരെ പിടിച്ചില്ല, തൻ്റെ മഹത്വം അറിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ മോശമായിട്ട് തന്നെ ഒരു ബാലനാക്കിയിട്ട്, അതായത് തീരെ എന്താണ് ബഹുമാനില്ലാത്ത രീതിയിൽ തന്നോട് പറഞ്ഞില്ലേ. അത് കേട്ടപ്പോൾ അർജുനൻ പറയാണ്, ഞാൻ സംഘർഷണനല്ല ബ്രാഹ്മണൻ, പിന്നെയോ കൃഷ്ണനല്ല, കാർഷ്ണി എന്ന് പറഞ്ഞാൽ പ്രദ്യുമ്നനല്ല, പിന്നെ ഞാൻ ആരാണ്, അഹം വാ അർജുനോ നാമ ഗാണ്ഡീവം യസ്യ വൈദനു, ഞാൻ ആരാണ് അറിയോ, സാക്ഷാൽ അർജുനനാണ്. ഇതെൻ്റെ കയ്യിലുള്ള വില്ല് എന്താ അറിയോ, ആണ് ഗാണ്ഡീവം എന്ന് പേര് കേട്ടുള്ള വളരെ വില്ലാണ്. എന്താ അതിന്റെ മഹത്വം, മാവമംസാ മമ ബ്രഹ്മൻ വീര്യം ത്രയംബകദോഷണം മൃത്യും വിജിത്യ പ്രധനേ ആനിഷ്യേത്തേ പ്രജം പ്രഭോ. പ്രഭോ ബ്രഹ്മൻ, പ്രഭുവായിട്ടുള്ള ബ്രാഹ്മണ, എന്താ എൻ്റെ മഹത്വം അറിയോ, അത് ത്രയംബകദോഷണം മമ വീര്യം മാ അവമംസ എന്നാ പറയും. എന്നെ ഇങ്ങനെ അവമാനിക്കൊന്നും വേണ്ട, കാരണം സാക്ഷാൽ പരമേശ്വരനെ പോലും എൻ്റെ ആ വലിയ വീര്യം കൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ കൂടി സന്തോഷിപ്പിച്ചവനാണെന്ന് പറയുകയാണ്. പ്രധനേ എന്താണ്, മൃത്യും വിജിത്യ, അതായത് യുദ്ധത്തിലെ ഹന്തകനെ പോലും ജയിച്ചിട്ട് ഞാൻ തേ പ്രജാം ആനിഷേ, അങ്ങയുടെ ആ സന്താനത്തെ ഞാനിവിടെ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയാണ് അർജുനൻ. ശ്രീശുഗൗവാച ഏവം വിശ്രബ്ധിതോ വിപ്ര ഫാൽഗുനേന പരന്തവ ജഗാമ സ്വഗൃഹം പ്രീത പാർത്ഥവീര്യം നിശാമയൻ. പരന്തവ, പരിഷത്തിനെ വിളിക്കുകയാണ് ശ്രീശുബ്രഹ്മർഷി. ഫാൽഗുനേന ഏവം വിശ്രംഭിത വിപ്ര, ആ അർജുനൻ തൻ്റെ കേമത്വമൊക്കെ പറഞ്ഞ് ഇപ്രകാരം ആ ബ്രാഹ്മണനെ വിശ്വസിപ്പിച്ചു. അപ്പോൾ അങ്ങനെ സന്തുഷ്ടനായുള്ള ബ്രാഹ്മണൻ പാർത്ഥവീര്യം നിശാമയൻ, അർജുനൻ്റെ വീര്യത്തെ മനസ്സുകൊണ്ട് വീക്ഷിച്ചുകൊണ്ട് സ്വഗൃഹം ജഗാമ, സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടിയിട്ട് തൻ്റെ ഗൃഹത്തിലേക്ക് പോയി. ഇവിടെ ത്രയംബക
ത്രിപുരാന്തകനായിട്ടുള്ള പരമേശ്വരനെയും കൂടി ജയിച്ചു എന്ന് പറഞ്ഞില്ലേ, സന്തോഷിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പരമേശ്വരൻ തന്നെ സന്തോഷമായാണ് അർജുനൻ്റെ വീര്യം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അന്തകൻ്റെ അടുത്ത് പേടിക്കാണ്ടോ എന്നൊക്കെയാണ് പറഞ്ഞത്. അന്തകനെ കൂടി തോൽപ്പിച്ചൊരു അന്തകാന്തകനാണ് പരമേശ്വരൻ. അദ്ദേഹത്തിന് എൻ്റെ ഇഷ്ടപ്പെട്ടതാണ് പാശുപതാസ്ത്രം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ അന്തകനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് അർജുനൻ വീരവാദം മുഴക്കിയത്. അതൊക്കെ കേട്ട് സന്തോഷിച്ചിട്ടാണ് ഏതായാലും തൻ്റെ അടുത്ത ഉണ്ടെങ്കിൽ രക്ഷപ്പെടുള്ളൂ എന്നുള്ള ഭാവത്തിലാണ് ബ്രാഹ്മണൻ പോയത്. പ്രസൂതികാല ആസന്നേ ഭാര്യായ ദ്വിജസത്തമ പാഹി പാഹി പ്രജാമൃത്യോർ ഇത്യാഹ അർജുന മാതുരാ. ഭാര്യായ പ്രസൂതികാലേ ആസന്നേ, ഭാര്യയ്ക്ക് വീണ്ടും പ്രസവകാലം വന്ന സമയത്ത് ആതുര ദ്വിജസത്തമ, വളരെയധികം ചിന്താകുലനായി തീർന്നുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠൻ മൃത്യോ പ്രജാം പാഹി പാഹി ഇതി അർജുനം ആഹാ. വേഗം ഇപ്പോൾ ഭഗവാന്റെ അടുത്ത് അർജുൻ്റെ അടുത്ത് വേഗം മുൻകൂട്ടി തന്നെ വന്ന് പറഞ്ഞു, രക്ഷിക്കണേ രക്ഷിക്കണേ, എൻ്റെ ഉണ്ണിയെ രക്ഷിക്കണേ ഈ മരണത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് അർജുനോട് വന്ന് സങ്കടം പറഞ്ഞു. സ ഉപസ്പൃശ്യ ശുച്യംഭോ നമസ്കൃത്യ മഹേശ്വരം ദിവ്യാന്യസ്ത്രാണി സംസ്മൃത്യ സജ്യം ഗാണ്ഡീവമാദദേ. സ അർജുനനോ ശുചി അംഭ ഉപസ്പൃശ്യ, ശുദ്ധമായിട്ടുള്ള ജലത്തേക്ക് ആചമനം ചെയ്തിട്ട് മഹേശ്വരൻ നമസ്കൃത്യ, പരമേശ്വരനെ ധ്യാനിച്ച് നമസ്കരിച്ച് ദിവ്യാനി അസ്ത്രാണി സംസ്മൃത്യ, തൻ്റെ ദിവ്യങ്ങളായിട്ടുള്ള അസ്ത്രങ്ങളെയൊക്കെ വേണ്ട രീതിയിൽ സ്മരിച്ച് സജ്യം ഗാണ്ഡീവം അതതേ, ആ ഗാണ്ഡീവം എടുത്തിട്ട് ആ ഞാണ് കെട്ടിയിട്ട് അങ്ങനെ എടുത്തു കേട്ടോ. ഞരുണൽ സൂതികാകാരം ശനൈർ നാനാസ്ത്രയോജിതൈ ദിവ്യകൂർധ്വമത പാർത്ഥ ചകാരശരപഞ്ചരം. എന്നിട്ട് എന്ത് ചെയ്തു അർജുനൻ? നാനാസ്ത്ര ചോദിച്ചു, പല തരത്തിലുള്ള മന്ത്രങ്ങളോട് കൂടിയിട്ടുള്ള ആ ശരങ്ങളെ കൊണ്ട് ശരൈ തിര്യ ഊർധ്വം, അത് തലങ്ങും വിലങ്ങും മേലും കീഴുമായിട്ട് ഒരു ശരകൂടത്തെ ശരപഞ്ചരത്തിനെ ഉണ്ടാക്കിയിട്ട് തീർത്തു പറയുകയാണ്. സൂതികാകാരം, ആ സൂതികാകാരത്തിൻ്റെ ചുറ്റും വലിയൊരു ശരകൂടം ഉണ്ടാക്കി. തത കുമാര സഞ്ജാതോ വിപ്രവജ്ഞാരുതന്മുഹു സദ്യോ ദർശനമാവേദേ സശരീരോ വിഹായസ എന്നുള്ള അതിൻ്റെ അകത്താണ് സൂര്യാഗ്രഹം എന്ന് പറഞ്ഞല്ലോ. അതിൽ വിപ്രപത്നി ആ വയറ്റാട്ടിയൊക്കെ കൂടി അവിടെ ഉള്ളിക്കാക്കി എന്നിട്ടോ. തഥ അനന്തരം വിപ്രപത്നിയാ സഞ്ജാത കുമാര മുഹുരുദൻ, അതായത് അപ്പോഴേക്കും ബ്രാഹ്മണപത്നിക്ക് പ്രസവവേദന വന്നു, പ്രസവിച്ചു. ആ ഉണ്ടായിട്ടുള്ള കുട്ടി മുഹുരുദൻ അടിക്കടി ഇങ്ങനെ ഇങ്ങനെ കരഞ്ഞു. പെട്ടെന്ന് തന്നെ സദ്യ സശരീര വിഹായസ അദർശനം ആവേദേ. ഇതിനു മുമ്പുള്ള കുട്ടികളൊക്കെ എണീച്ചാൽ മരിച്ച് ഭൂമിയിലായിട്ട് വീണിട്ടാണ് മരിച്ചിരുന്നത്. അങ്ങനെയല്ല, കുട്ടി കരയൊക്കെ ചെയ്തു. പക്ഷെ എന്താണ്, ശരീരത്തോടു കൂടി കുട്ടിയെ കാണാല്ല. അങ്ങനെ എവിടേക്കാ പോയതെന്ന് വെച്ചാൽ അങ്ങോട്ട് പോയി എന്ന് പറയുകയാണ്. തദാഹ വിപ്രോ വിജയം വിനിന്ദൻ കൃഷ്ണസന്നിധൗ മൗഢ്യം പശ്യതമേ യോഗം ശ്രദ്ധഹേ ക്ലീബകഥനം. തഥാ അപ്പോഴേക്ക് അങ്ങോട്ട് ബ്രാഹ്മണന് വളരെയധികം കോപം വന്നു. കൃഷ്ണസന്നിധവും, ഭഗവാന്റെ മുമ്പിൽ വെച്ചിരുന്ന പറയുന്നത് ഇവിടെ വിപ്ര വിജയം വിനിന്ദൻ, അർജുനനെ വളരെയധികം നിന്ദിച്ചുകൊണ്ട് ക്ലീബകഥനം ശ്രദ്ധതേ മേ മൗഢ്യം പശ്യത ഇഹ എന്ന് പറഞ്ഞു. അതായത് ഈ ആണും പെണ്ണും കേട്ടോൻ്റെ ഈ വീരവാദം കേട്ടോണ്ടുണ്ടായിട്ടുള്ള എനിക്ക് പറ്റിയുള്ള ഈ അബദ്ധം ഉണ്ടല്ലോ, ഈ മൂഢത എല്ലാവരും കാണൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പല സ്വയം ഇതായിക്കൊണ്ട് പറഞ്ഞു എന്നാണ്. ന പ്രദ്യുമ്നോ നാനിരുദ്ധോ ന രാമോ ന ച കേശവ യസ്യ ശേഖു പരിത്രാതു കോന്യസ്തവിദേശ്വര. എനിക്കറിയാമായിരുന്നു യസ്യ പരിത്രാതും, ആരെ രക്ഷിക്കുവാൻ പ്രദ്യുമ്നന് കഴിഞ്ഞിട്ടില്ല, അനിരുദ്ധന് കഴിഞ്ഞിട്ടില്ല, ബലരാമന് കഴിഞ്ഞിട്ടില്ല, സാക്ഷാൽ കൃഷ്ണന് പോലും കഴിഞ്ഞിട്ടില്ല. എന്ന ശേഖു അപ്രകാരമുള്ളതിൻ്റെ സംരക്ഷകനായിട്ട് അന്യക്ക ഈശ്വര, വേറെ ആരാണ് ശക്തനായിട്ടുണ്ടാവുക? എനിക്കറിയാം, ഇവൻ്റെ വീരവാദം കേട്ടിട്ട് ഞാൻ ഭ്രമിച്ചു പോയതാണ്. ദിഗർജുനം മൃഷാവാദം ദിഗാത്മസ്വാനിനോ ധനു ദൈവോപസൃഷ്ടം യോ മൗഢ്യാൽ ആനിനീഷതി ദുർമതി. എന്താണ് ഇവൻ മൃഷാവാദം അർജുനം നിന്ദിക്കുന്നേ വേണ്ട, ഈ വെറും നുണ പറയണ ഈ അർജുനനെ എന്ന് പറയാണ്. എങ്ങനെ തന്നെത്താൻ പുകഴ്ത്തുന്ന ആത്മശ്ലാഘീന, അവൻ്റെ തന്നെത്താൻ പുകഴ്ത്തലും അവൻ്റെ ധനുസ് വില്ലുണ്ടല്ലോ അതും നിന്ദ്യം തന്നെ. ദുർമതി, യാതൊരു ദുർബുദ്ധിമാൻ ദൈവോപസൃഷ്ടം, ആ ഈശ്വരച്ചാൽ കൊണ്ടുപോകപ്പെട്ടതിനെ മൗഢ്യാൽ ഇതൊക്കെ എനിക്കറിയാം. എൻ്റെ പ്രാരബ്ധം കൊണ്ട് ഈശ്വരച്ച കൊണ്ടാണ് എൻ്റെ കുട്ടി മരിച്ചതെന്ന് എനിക്കറിയാം. എന്നിട്ട് അവൻ്റെ മൂഢത
ഉള്ളത് കൊണ്ട് അവൻ മടക്കി കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തുന്നു. മന്ദനാണ് അവൻ, വെറും മൃഷാവാദം പറയുന്നതിലേ കഴിവില്ലാത്തവനാണെന്നൊക്കെ പ്രശംസ കൂടിയുള്ളവനാണെന്ന് പറഞ്ഞ് വല്ലാണ്ട് അർജുനനെ അങ്ങോട്ട് ഭർസിച്ചു. ഇവരെ ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ടെന്നാ പറയണത്. ഏവം ശപതി വിപ്രർഷൗ വിദ്യാമാസ്ഥായ ഫാൽഗുന യയൗ സംയമനീമാസു യത്രാസ്തേ ഭഗവാൻ യമാ. വിപ്രർഷൗ ഏവം ശപതി, ഇങ്ങനെ ആ ബ്രാഹ്മണൻ ഓരോന്ന് പറഞ്ഞ് പഴിയാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉടനെ തന്നെ ആശു അർജുനൻ വിദ്യാമാസ്ഥായ, തനിക്ക് പലതരത്തിലുള്ള യോഗ സിദ്ധികളൊക്കെ ഉണ്ട്, അതൊക്കെ അവലംബിച്ചിട്ട് എത്ര ഭഗവാൻ യമ ആസ്ഥ, എവിടെയാണ് ആദ്യം തന്നെ അന്തകന്റെ പുരിയിലേക്കാണ് പോയത്, അവിടെ പോയി സംയമനിയിലേക്കാണ് പോയത്. എന്നിട്ടോ വിപ്രാവത്യമജക്ഷാണ തത് ഐന്ദ്രീമകൽപുരിം ആഗ്നേയും നൈഋതിം സൗമ്യാം വായവ്യം വാരുണീമതാ രസാതലം നാഗപൃഷ്ടം തിഷ്ണ്യന്യുതായുധാ. ആ യമപുരി പോയി അവിടെ ഈ മൃതപുത്രനെ കണ്ടില്ല. എന്നിട്ടോ അവിടെ ചെന്നിട്ട് അതിനുശേഷം ഇന്ദ്രലോകത്ത് പോയി, അത് കഴിഞ്ഞ് അഗ്നിയുടെ ലോകത്ത് പോയി, നിറുതിയുടെ ലോകത്തിൽ പോയി, വരുണന്റെ ലോകത്തിൽ പോയി, വായുവിൻ്റെ, ചന്ദ്രൻ്റെ ഓരോരോ പുരികളിലേക്ക് പോയി തൻ്റെ യോഗശുദ്ധി കൊണ്ട് എവിടെ പോയിട്ടും കണ്ടില്ല. എന്നിട്ടോ രസാതലത്തിൽ പാതാളത്തിൽ പോയി നോക്കി, സ്വർഗത്തിനുപരി നാഗപൃഷ്ടം എന്നുള്ള ലോകത്തിൽ പോയി നോക്കി, അങ്ങനെയുള്ള പല ദിവ്യ സ്ഥലങ്ങളിലൊക്കെ ആയുധധാരിയായിട്ട് പോയിട്ട് എവിടെ തിരഞ്ഞിട്ടും ഈ കുട്ടിയെ കിട്ടിയില്ല എന്ന് പറയുകയാണ്. എന്നിട്ടോ തതോ അലബ്ധദ്വിയസുതോ ശനിസ്തീർണ പ്രതിശ്രുത അഗ്നിം വിവിക്ഷു കൃഷ്ണേന തഥാ അലബ്ധദ്വിജസുത, അവിടങ്ങളിലൊന്നും തന്നെ ഈ ബ്രാഹ്മണപുത്രനെ കിട്ടാത്തത് കൊണ്ട് അനിസ്തീർണ പ്രതിശ്രുത, തൻ്റെ പ്രതിജ്ഞയെ നിറവേറ്റാൻ സാധിക്കാത്തത് കൊണ്ട് അഗ്നിം വിവീക്ഷു, അഗ്നിപ്രവേശം ചെയ്ത് കളയാൻ എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് അഗ്നി കൂട്ടിയിട്ട് അതിലേക്ക് അങ്ങോട്ട് ചാടുകയാണ് അർജുനൻ. ആ സമയത്ത് പ്രതിഷേധത കൃഷ്ണേന പ്രത്യുക്ത, വേഗം വന്ന് ഭഗവാൻ ഒരു തട്ടി അർജുനെ അവിടെ നിന്ന് മാറ്റി ചാടാൻ എന്നുള്ള പ്രയത്നത്തിൽ നിന്ന് അങ്ങോട്ട് അത് പിൻവലിപ്പിച്ചു. എന്നിട്ടോ ദർശയേ ദ്വിജസൂനൂം സ്തേ മാവജ്ഞാത്മാനമാത്മന ഏതേന കീർത്തിം വിമലം മനുഷ്യ സ്ഥാപയിഷ്യന്തി. അർജുന, അവരുടെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും സ്വയം നിന്ദിക്കുന്നരുത്. നോക്കൂ, ഞാൻ അതെ ആത്മനാമാതാ, അവനവനെ തന്നെ അങ്ങനെ നിന്ദിക്കുന്നരുത്. തേ ദ്വിജസൂനൂൻ ദർശി, അങ്ങക്ക് ആ ബ്രാഹ്മണ കുട്ടികളെ കിട്ടല്ലേ വേണ്ടത്, അവരെ എവിടെയൊക്കെ പോയി തിരഞ്ഞ് വേണ്ട ദിക്കിൽ പോയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങ് കാണാഞ്ഞത്. ഞാൻ കാട്ടിത്തരാം. തേ മനുഷ്യ, ആരാണോ ഇപ്പം അങ്ങേ നിന്ദിക്കുന്നത് ആ മനുഷ്യർ തന്നെ ന വിമലാം കീർത്തിയും സ്ഥാപയിഷ്യന്തി, അവരുടെ മുമ്പിൽ തന്നെ അങ്ങയുടെയും എൻ്റെയൊക്കെ ആ നിർമ്മലമായിട്ടുള്ള യശസ്സിനെ നമുക്ക് വീണ്ടും നിലനിർത്തിക്കൊള്ളാം എന്ന് പറയാണ് അർജുനോട് ഭഗവാനെ. അതായത് ഇതുവരെയൊക്കെ ഒരു ശിശുവിനെ കാണിച്ചപ്പോൾ ഭഗവാൻ അർജുനോട് എന്താ പറഞ്ഞ് ബഹുവചനായിട്ട് പറഞ്ഞ ആ മരിച്ചു പോയിട്ടുള്ള എല്ലാ കുട്ടികളെയും കാട്ടിത്തരാൻ നമ്മുടെ രണ്ടുപേരുടെയും യശസ്സിനെ ആ ലോകത്തിൽ നിലനിർത്താനുള്ള മാർഗങ്ങളൊക്കെ ചെയ്യാന്നാണ് ഭഗവാൻ അർജുനോട് പറഞ്ഞത്. ഇനി സംഭാഷ്യ ഭഗവാൻ അർജുനേന സഹേശ്വര ദിവ്യം സരതമാസ്തായ ഇപ്രകാരം ഭഗവാൻ ഈശ്വര ഇതി സംഭാഷ്യ, ഇങ്ങനെ അർജുനോട് അരുളി ചെയ്ത് ആ ഈശ്വരനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനേന സഹ ദിവ്യം സ്വരഥം ആസ്ഥായ, അർജുനോട് കൂടിയിട്ട് തൻ്റെ ദിവ്യമായിട്ടുള്ള തേരിൽ കയറിയിട്ട് പ്രതീചിം ദിശം ആവിശൽ, പടിഞ്ഞാറ് ദിക്കിനെ ലക്ഷ്യമാക്കിയിട്ട് അങ്ങോട്ട് തേടി തെളിച്ചു. സപ്തദ്വീപൻ സപ്തസിന്ധുൻ സപ്തഗിരീനത ലോകാലോകം തഥാദിത്യ ദിവേശ സുമഹത്തമാ. അങ്ങനെ തേരിൽ അങ്ങനെ പോയിട്ട് സപ്തഗിരീൻ 7 വീതം കുലപർവ്വതങ്ങളോട് കൂടിയുള്ള സപ്തദ്വീപുകളെയും സപ്തസിന്ധൂൻ സപ്തസമുദ്രങ്ങളെയും തഥാ ലോകാലോക, അതിനുശേഷം ലോകാലോക പർവ്വതത്തെയും ആദിത്യ കടന്നുപോയിട്ട് സുമഹൽ തമ വിദേശ, അപ്പോഴേക്ക് ആ തേരുണ്ടല്ലോ അതിമഹാഭയത്തായിട്ടുള്ള അന്ധകാരത്തിലേക്ക് അങ്ങോട്ട് ചെന്ന് ചേർന്നു. പഞ്ചമസ്കന്ധത്തിൽ ലോകാലോക പർവ്വതം വരെ പറഞ്ഞുള്ളൂ, അതിനപ്പുറത്തുള്ള അലോകാണെന്ന് പറഞ്ഞത് അവിടേക്ക് അറിയില്ല. അഴിഞ്ഞ് പുറത്തേക്കാണ് ഭഗവാൻ തൻ്റെ തേരിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അർജുനെ. തത്ര അശ്വാശൈബ്യ സുഗ്രീവ മേഘപുഷ്പബലാഹക തമസി ഭ്രഷ്ടഗതയോ ബഭൂർഭരതൻഷഭാ. അതിൻ്റെ അപ്പുറത്ത് ഘോരമായിട്ടുള്ള അന്ധകാരമാണെന്നല്ലേ പറഞ്ഞു. കാരണം ലോകാലോക പർവ്വതത്തിൻ്റെ ഉള്ളിൽ മാത്രമേ സൂര്യൻ്റെ പ്രകാശമുള്ളൂ, അപ്പോൾ അവിടെ പുറത്തു മുഴുവൻ അന്ധകാരമാണ്. അപ്പോൾ ഈ ഭരതർഷഭ പരിസൃഷ്ടിതേ തത്ര ശൈബ്യ സുഗ്രീവ മേഘപുഷ്പ വലാഹക,
ശൈബ്യൻ, സുഗ്രീവൻ, മേഘപുഷ്പൻ, വലാഹൻ എന്ന് പേരുകളോടുള്ള ആ കുതിരകൾ തമസി ഭ്രഷ്ടഗതയാ ആ ഘോരമായിട്ടുള്ള അന്ധകാരത്തിൽ അങ്ങനെ മാർഗം തെറ്റിയവരായിട്ട് തീർന്നു എന്ന് പറയാണ്. താൻ ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണോ മഹായോഗേശ്വരേശ്വര സഹസ്രാദിത്യസങ്കാശം സ്വചക്രം പ്രാഹിണോൽപുരാ. താൻ ദൃഷ്ട്വാ അത് കണ്ടിട്ട്, അതായത് അങ്ങനെ ഇരുട്ടിൽ തപ്പി വലയുന്ന കുതിരകളെ കണ്ടിട്ട് മഹായോഗേശ്വരന്മാർക്കും ഈശ്വരനും ഭഗവാനുമായുള്ള ശ്രീകൃഷ്ണൻ ആദിത്യസങ്കാശം 1000 സൂര്യന്മാരുടെ തേജസ്സോടു കൂടി ഉള്ള പ്രകാശത്തോടു കൂടിയുള്ള സ്വചക്രം പുര പ്രാഹിണോൽ തൻ്റെ ആ സുദർശന ചക്രം മുമ്പിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു എന്ന് പറയുകയാണ്. അത്രയധികം 1000 സൂര്യന്മാരുടെ തേജസ്സിനെ കൂടി നിഷ്പ്രഭമാക്കുന്നതായിട്ടുള്ള ശോഭയുള്ള സുദർശന ചക്രമാണ് മുമ്പിൽ അങ്ങനെ പോകാൻ തുടങ്ങിയത്. അപ്പം മാർഗം കാണിച്ചുകൊണ്ട് തമസ്സുഘോരം ഗഹനം കൃത്വം മഹൽ വിദാരയൽ ഭൂരിതരേണ രോജിഷ മനോജവം നിർവിവിശേഷു ദർശനം ഗുണച്യുതോ രാമശരോ യഥാചമോ. അങ്ങനെയുള്ള തമസ്സുഘോരം ഗഹനം, അതായത് ഗഹനം വളരെ പ്രവേശിക്കാൻ തീരെ പറ്റാത്തതും അതിഭയങ്കരമായിട്ടുള്ള ആക്കി തീർത്തുള്ള മഹത്തായ ഇരുട്ടിനെ ഭൂരിതരേണ രോജിഷ തൻ്റെ വളരെയധികം അധികരിച്ചുള്ള പ്രഭാപ്രസരം കൊണ്ട് അങ്ങനെ പിളർന്നുകൊണ്ട് ആ പ്രകാശം അങ്ങനെ ഈ അന്ധകാരത്തിനില്ലേ ഘോരമായിട്ടുള്ള അന്ധകാരത്തിനെ പിളരുകയാണ്. ഇതുമാതിരി ഒരു ഈർച്ചവാള് എങ്ങനെയാണ് മുറിച്ച് അതുമാതിരിയാണ് പിളർന്നുകൊണ്ട് മനോവേഗത്തിൽ പ്രവർത്തിക്കുന്ന സുദർശന ചക്രം എങ്ങനെയാണ്, എന്തായാലും ഉപമ ഗുണച്യുത രാമശര ചമൂയഥാ നിർവിവിശേ. ശ്രീരാമചന്ദ്രൻ്റെ വില്ലിൽ നിന്ന് അങ്ങനെ തെറിക്കുന്ന രാമബാണുണ്ടല്ലോ, അന്യ നിരകളിലേക്ക് ഏതുമാതിരി തുളച്ചു കയറണോ അതുമാതിരി ആ ഇരുട്ടിനെ തുളച്ചു കയറിക്കൊണ്ട് അങ്ങനെ നീങ്ങി എന്ന് പറയുകയാണ് ഈ സുദർശന ചക്രം. ദ്വാരേണ ചക്രാനുപദേന തത്തമ പരമ്പരം ജ്യോതിരനന്തപാരം സമശ്നുവാനം പ്രസമിക്ഷ്യ ഫാൽഗുന പ്രതാടിതോപിതേഖിലീയുവേ. ചക്രാനുപദേന ദ്വാരേണ, അതായത് അങ്ങനെ ആ അന്ധകാരത്തിനല്ലേ അതിലേക്ക് ഒരു ദ്വാരം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ചക്രം പോകുന്ന പ്രകാശത്തിൻ്റെ ഒരു ദ്വാരം ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ പിന്നാലെ അങ്ങനെ പോകുന്ന സമയത്ത് തമപ്പരം അനന്തപാരം സമശ്നുവാനം പരം ജ്യോതി പ്രസമിക്കുക. അങ്ങനെ അന്ധകാരത്തിൽ നിന്ന് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ആ മാർഗത്ത് കൂടി പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ അന്ധകാരത്തിൻ്റെയൊക്കെ ഇതിന് വളരെയധികം പുറത്തായിട്ട് വളരെ ഇതായിട്ടുള്ള ഒരു പരമജ്യോതിഷിനെ കാണാൻ എങ്ങനെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അത് കാരണം അവിടെ അന്ധകാരത്തിനൊന്നും ഇല്ലാണ്ട് അകന്നിരിക്കുന്ന, അന്ധകാരത്തിനൊന്നും സ്ഥാനമില്ലാത്ത രീതിയിൽ അങ്ങനെ പരന്നു കിടക്കുന്ന മഹത്തായിട്ടുള്ള ജ്യോതിഷാണ് അർജുനൻ പിന്നെ പെട്ടെന്ന് കാണുന്നത്. പ്രതാടിതക്ഷ ഫാൽഗുന ഉഭേ അക്ഷിണി അവിതതേ. ആ പെട്ടെന്ന് ആ കണ്ണിലേക്ക് അങ്ങോട്ട് ശോഭ കണ്ട് വന്ന് അടിച്ചപ്പോഴേ കണ്ണ് മഞ്ഞളിച്ചിട്ട് 2 കണ്ണും അങ്ങോട്ട് ഇറുക്കി പൂട്ടി അർജുനൻ എന്ന് പറയുകയാണ്. എന്നിട്ടോ തതപ്രവിഷ്ടസലിലം നവസ്വതാ ബലീയസേജൽ ബൃഹദൂർമിഭൂഷണം തത്ര അദ്ഭുതം വൈ ഭവനം ദ്യുമത്തമം രാജന്മണിസ്തംഭ സഹസ്രശോഭിതം. അങ്ങനെ തഥാ ബലീയസ നവസ്വത ഏജൽ ബൃഹദൂർമിഭൂഷണം. അങ്ങനെ കണ്ണ് നന്നങ്ങൾ അടച്ച് വീണ്ടും അങ്ങനെ തുറന്ന സമയത്ത് എന്താണ് കണ്ടത്? അങ്ങനെ യാത്ര തുറന്നപ്പോഴേ ആ മുമ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കാറ്റുകൊണ്ട് അങ്ങനെ നവസ്വത ഇളകി മറിയുന്ന തിരമാലകളോട് കൂടിയിട്ടുള്ള ജലത്തിലേക്കും, അതായത് പാലാഴിയാണ് കാണുന്നത്. പാലാഴിയിൽ അങ്ങനെ കാറ്റിലെ തിരകൾ ഇങ്ങനെ അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. തത്ര അതിന് മുകളിൽ ദ്യുമത്തമം വളരെ ശോഭയുള്ളതും ഭ്രാജന്മണി സ്തംഭ സഹസ്രശോഭിതം വളരെ ശോഭിക്കുന്ന പ്രകാശമാനായിട്ടുള്ള 1000 രത്നസ്തംഭങ്ങളാ ശോഭിതമായിട്ടുള്ളതും അത്ഭുതം ഭവനം പ്രവിഷ്ട വളരെ ആശ്ചര്യജനകമായിട്ടുള്ള വൈകുണ്ഠത്തിലേക്കാണ് അങ്ങോട്ട് കയറി ചെന്നത്. പേര് പോയത് അവിടെ എങ്ങനെയാണ്? തസ്മിൻ മഹാഭീമനന്തമദ്ഭുതം സഹസ്രമൂർധന്യഭണാമണിദ്യുവി
വിഭ്രാജമാനം ദ്വിഗുണോൽബണേക്ഷണം സിരാചലാപം ശിരികണ്ഠയുഹ്വം. പിന്നെ ആരെ കാണുന്നത്? അവിടെ അനന്തമൂർത്തിയാണ് കാണുന്നത്. തസ്മിൻ, ആ ഭവനത്തിൽ മഹാഭീമം അദ്ഭുതം അതിഭീമാകാരനായിട്ട് വിസ്മയകരമായിട്ടുള്ള രൂപത്തോടു എങ്ങനെയാണ് സഹസ്രമൂർധന്യ പണാമണി ദിവ്യ 1000 ശിരസ്സുകളിലുള്ള പണങ്ങളിന്മേലുള്ള രത്നങ്ങളുടെ ശോഭ കൊണ്ട് ശോഭിക്കുന്നവനായും ദ്വിഗുണോൽബണേക്ഷണ 2000 ഭീകര നേത്രങ്ങളോട് കൂടിയവനായും സിതാജലാവ് നല്ല സ്ഫടിക പർവ്വതത്തിനൊത്ത കാന്തിയുള്ളവനായും ശിരികണ്ഠ ജിഹ്വം കറുത്ത കഴുത്തോട് കൂടിയിട്ടും കറുത്ത നാക്കുകളോടും കൂടിയവനുമായി സ്ഥിതി ചെയ്യുന്ന അനന്തം ആദിശേഷനെയാണ് കണ്ടത്. ഇനിയോ ആദിശേഷന്റെ മുകളിലോ ദദർശ തൽഭോഗസുഖാസനം വിഭും മഹാനുഭാവം പുരുഷോത്തമോത്തമം സാന്ദ്രാംബുദാഭം സുപിശങ്കവാസസം പ്രസന്നവക്ത്രം രുചിരായ രേക്ഷണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ തദ്ഭോഗസുഖാസനം. ആ ആദിശേഷന്റെ ആ ഉടലാവുന്ന ആ സുഖാസനത്തോട് കൂടിയവനായും സാന്ദ്ര അമ്പുതാവ് നല്ല വെള്ള നിറത്തിലുള്ള സ്ഫടിക പർവ്വതത്തിന്റെ മുകളിൽ തിങ്ങി പൊങ്ങിയിട്ടുള്ള ഒരു കാർമേഘത്തിന്റെ കാന്തി കലർന്നവനായിട്ട് സുപിശങ്കവാസസം നല്ല വിശേഷപ്പെട്ട മഞ്ഞപ്പട്ടാട ചാർത്തിയവനായി പ്രസന്നവക്ത്രം പ്രസന്നമായ തിരുമുത്തോടു കൂടിയവനായി രുചിരായ ദക്ഷണ നല്ല സുന്ദരമായിട്ടുള്ള നീണ്ട കണ്ണുകളോട് കൂടിയവനായി മഹാമണിം വ്രാത കിരീടകുണ്ടല പ്രഭാപരിക്ഷിപ്ത സഹസ്രകുണ്ടളം പ്രലംബചാർവാഷ്ടഭുജം സകൗസ്തുഭം ശ്രീവത്സലക്ഷ്മം വനമാലയാവൃതം. മഹാമണിം വ്രാത കിരീടകുണ്ടല പ്രഭാപരിക്ഷിപ്ത സഹസ്രകുന്തളം. അങ്ങനെ മഹാരത്നങ്ങളുടെ കൂട്ടത്താ ഇങ്ങനെ നിറഞ്ഞുള്ള കിരീടം, അതുമാതിരി കാതിലെ കുണ്ടലങ്ങൾ, അതിൻ്റെയൊക്കെ ശോഭ കൊണ്ട് ആ ചുറ്റും ഒളിക്കെതിറിയിട്ടുള്ള തലമുടി കേശഭാരം, അത് മാത്രമാണോ നല്ല നീണ്ട് ഉരുണ്ടിട്ടുള്ള 8 ഭംഗിയുള്ള നീണ്ട കൈകളോട് കൂടിയവനാണ് അദ്ദേഹം. കൗസ്തുഭരത്നം മാറിലുണ്ട്, ശ്രീവത്സലക്ഷ്മം ശ്രീവത്സം എന്നുള്ള അടയാളം മാറിലുണ്ട്, വനമാല ധരിച്ചവനായിട്ടുള്ള വ്രതം ചുറ്റി വനമാല ധരിച്ചിട്ടുള്ളവനായ സുനന്ദനന്ദ പ്രമുഖൈ സ്വപാർഷദൈ ചക്രാദിഭിർ മൂർത്തിധരൈ നിജായുധൈ പുഷ്ട്യാശ്രിയ കീർത്യജയാഖിലർദ്ധിവി നിഷിമ്യമാണം പരമേഷ്ടിനാം പതിം. ഈ പരമേഷ്ടിനാം പതിം എന്നുള്ളതാണ് അതിൻ്റെ വിശേഷ്യം. ബാക്കിയുള്ളത് മുഴുവൻ ആ കഴിഞ്ഞ 2 ശ്ലോകങ്ങളും 3 ശ്ലോകങ്ങളൊക്കെ അതിൻ്റെ വിശേഷങ്ങളാണ്. പിന്നെ ആരാ? സുനന്ദനന്ദ പ്രമുഖൈ സ്വപാർഷദൈ മൂർത്തി, അതായത് സുനന്ദൻ നന്ദൻ തുടങ്ങിയിട്ടുള്ള തൻ്റെ പാർഷദന്മാരാലും ശരീരം ധരിച്ചിരിക്കുന്ന ആയുധങ്ങളായിട്ടുള്ള ചക്രാദികളായിട്ടുള്ള ആയുധങ്ങളാലും അതുമാതിരി പുഷ്ടിദേവി, ശ്രീദേവി, കീർത്തി, മായാദേവി, ഇവരിങ്ങനെയുള്ള എല്ലാ ദേവികളെ മൂർത്തിയോദ്ഭാവം ധരിച്ചുള്ള അവരെല്ലാവരും സേവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അഖില അർദ്ധിവി നിഷേവ്യമാണം, എല്ലാ ഐശ്വര്യങ്ങളാലും സേവിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നവനായിട്ടുള്ള പരമേഷ്ടിനാം പതിയും പ്രപഞ്ച സൃഷ്ടാക്കളുടെ എല്ലാവരുടെയും അധിപതിയായിട്ടുള്ള പുരുഷോത്തമോത്തമം, ആ പുരുഷന്മാരിൽ വെച്ച് ഏറ്റവും ഉത്തമനായിട്ടുള്ള ഭഗവാനിൽ വെച്ച് ആ പുരുഷോത്തന്മാരിൽ വെച്ച് ശ്രേഷ്ഠനും ഭാനുഭാവനുമായിട്ടുള്ള വിഭും ആദിനാരായണ മൂർത്തിയാണ് ദദർശ അർജുനൻ കണ്ടത്. ആ അനന്തന്റെ പുറത്തങ്ങനെ ഇരുന്നല്ലുണ്ടെന്ന് അദ്ദേഹത്തിന്. ഭവന്ത ആത്മാനമനന്തമച്യുതോ ജിഷ്ണുശ്ച തദ്ദർശനജാത സദ്വസ പാവാഹ ഭൂമാ പരമേഷ്ടിനം പ്രഭു ബദ്ധാഞ്ജലി സസ്മിതമൂർജയാഗിര. അനന്തം അച്യുത, ആ അനന്തനും അച്യുതനുമായ ശ്രീകൃഷ്ണൻ ആത്മാനം വന്ദേ തൻ്റെ തന്നെ മൂർത്തിഭേദമായിട്ടുള്ള മഹാവിഷ്ണുവിനെ വന്ദിച്ചു. പിന്നെ തദ്ദർശന ജാത സാധു, അവിടുത്തെ ആ ദർശനത്തോടുള്ള സംഭ്രമത്തോടു കൂടി ജിഷ്ണുച അർജുനനും വന്ദിച്ചു. ബദ്ധാഞ്ജലി തൗ, ആ തൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന 2 പേരോടുമായി പരമേഷ്ടിനാം പതി, എല്ലാ പ്രജാപതികളുടെയും പതിയായിട്ടുള്ള ഭൂമാവായിട്ടുള്ള ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള മഹാവിഷ്ണു സസ്മിതം പുഞ്ചിരിച്ചുകൊണ്ട് ഊർജയാഗിരാഹ ഗംഭീരമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ദ്വിജാത്മജാമേ യുവയോർദിദൃക്ഷുണ മയോപനീത ഭുവിധർമ്മപുപ്പതയേ
കലാവതീർണാവനിർഭരാസുരൻ ഹത്വേഹഭൂയ സ്വരയേതമന്തിമേ. എന്താണ് ആ യുവയോ ദിദൃക്ഷുണ, നിങ്ങൾ ഇരുവരെയും ദർശിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് മയാ, എന്നാലാണ് ഈ ദ്വിജാത്മജ, ഈ ബ്രാഹ്മണന്റെ പുത്രന്മാർ ഉപനീത ഇവിടേക്ക് കൊണ്ടുവന്നത്. ഞാനാണ് ബ്രാഹ്മണന്റെ 10 പുത്രന്മാരെയും ഇവിടേക്ക് കൊണ്ടുവന്നത്. എന്തിനാണ്? നിങ്ങളെ രണ്ടുപേരെയും ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ഒന്നിച്ച് കാണാൻ വേണ്ടി. ആരാണ് നിങ്ങൾ? ധർമ്മഗുപ്തയെ ഭൂവി മേ കല അവതീർണോ, ഈ സനാതന ധർമ്മങ്ങളുടെയൊക്കെ സംരക്ഷണത്തിനായിട്ട് ഈ ലോകത്തില് എൻ്റെ അംശം കൊണ്ട് അവതാരം ചെയ്ത നിങ്ങൾ ഇരുവരും അവനെ ഭര ആസുരാൻ, ഭൂമിക്ക് ഭാരായി തീർന്നുള്ള അസുരന്മാരെ ഹത്വ ഒക്കെ നിഗ്രഹിച്ചതിന് ശേഷം ഇഹ മേ അന്തി ഭൂയ ത്വരയാ ഈതം, നിങ്ങൾ എന്ത് ചെയ്യണം? ആസുരന്മാരെയൊക്കെ വേഗം നിഗ്രഹിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് തന്നെ അധികം വൈകാതെ വന്നു ചേരുവിൻ എന്നാണ് മഹാവിഷ്ണു. നിങ്ങൾ രണ്ടുപേരെയും കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ബ്രാഹ്മണന്റെ കുട്ടികളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പൂർണ്ണകാമാവപിയുവം നരനാരായണ വൃഷി ധർമ്മമാചരതം സ്ഥിത്യൈ ഋഷഭൗ ലോകസംഗ്രഹം. നരനാരായണോ ഋഷി യുവാം, നിങ്ങൾ രണ്ടുപേരും ആരാണ്? യഥാർത്ഥത്തിൽ ആ നരനാരായണ മഹർഷിമാരാണ്. ഋഷഭൗ മഹായോഗ്യന്മാരാണ്. പൂർണ്ണകാമന്മാരാണെങ്കിലും സ്ഥിത്യൈ, ലോകത്തിൻ്റെ സ്ഥിതിക്ക് വേണ്ടിയിട്ട്, ലോകസംഗ്രഹം, സാധാരണ ജനങ്ങളെ ആ ധർമ്മ തൽപരരാക്കാൻ വേണ്ടിയിട്ട് ധർമ്മം ആചരതാം, ധർമ്മത്തെ തന്നെ ആചരിച്ചുകൊണ്ട് ഭൂമിയിൽ കഴിഞ്ഞുള്ളൂ എന്ന് പറയുകയാണ്. ഇത്യാദിഷ്ടോ ഭഗവതാ തൗ കൃഷ്ണോ പരമേഷ്ടിന ഓമിത്യാനമ്യ ഭൂമാനം ആദായ ദ്വിജധാരകൻ. ന്യവർത്തതാം സ്വകം ധാമ സംപ്രഹൃഷ്ടൗ യഥാഗതം വിപ്രായ ദദതു പുത്രൻ യഥാരൂപം യഥാവയാ. എന്താണ്? ഇപ്രകാരം ഭഗവതാ പരമേഷ്ടിന ആദിഷ്ടൗ, ഭഗവാൻ മഹാവിഷ്ണുവിനാൽ വൈകുണ്ഠനാഥനാൽ നിർദ്ദേശിക്കപ്പെട്ട തൗ കൃഷ്ണൗ, ആ 2 കൃഷ്ണന്മാർ, അതായത് ഭഗവാനും അർജുനനും ഓം ഇതി, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ബഹുമാനം ആനമ്യ, ആ സാക്ഷാൽ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ വണങ്ങിയിട്ട് ദ്വിജധാരകാൻ, ആ ബ്രാഹ്മണപുത്രന്മാരെ ആദായ തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് സംപ്രഹൃഷ്ടൗ യഥാഗതം സ്വകം, ഏറ്റവും സന്തുഷ്ടരായിട്ട് വന്നതുപോലെ സ്വന്തം വാസസ്ഥലത്തേക്ക് തിരിച്ചു വന്നു. നിവർത്തതാം യഥാരൂപം യഥാവയ പുത്രാൻ വിപ്രായ ദദതു, ആ പ്രായത്തിനും അതുമാതിരി രൂപത്തിനും അനുസരിച്ച് ആ ബ്രാഹ്മണപുത്രന്മാരെ എല്ലാവരെയും ആ ബ്രാഹ്മണന് തിരിച്ചുകൊണ്ടേ കൊടുക്കുകയും ചെയ്തു. നിശമ്യ വൈഷ്ണവം ധാമ പാർത്ഥ പരമവിസ്മിത യത്കിഞ്ചിൽ പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. വൈഷ്ണവം ധാമ നിശമ്യ, ആ മഹാവിഷ്ണുവിൻ്റെ ആസ്ഥാനത്ത് വൈകുണ്ഠലോകത്തുള്ള ദർശനവും ദർശിച്ചിട്ടും അത്ഭുത പരമവിസ്മിത അത്യത്ഭുതം കൊണ്ടുള്ള പാർത്ഥ അർജുനൻ മനസ്സിലായി. എന്താണ്? പുംസാം യൽ കിഞ്ചിൽ പൗരുഷം, മനുഷ്യർക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രഭാവവും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൃഷ്ണാനുകമ്പിതം മേനെ, എല്ലാം ആ ശ്രീകൃഷ്ണന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ സാധിതമാകൂ എന്ന് വിചാരിച്ചു എന്ന് പറയുകയാണ്. ഈദൃശാന്യനേകാനി വീര്യാണീഹ പ്രദർശയൻ ഭൂജേ വിഷയൻ ഗ്രാമ്യാൻ ഈജേ ചാത്യോർജിതൈർമഖൈ. ഇപ്രകാരം ഇഹ, ഈ ലോകത്തിൽ ഈദൃശാനി അനേകാനി വീര്യാണി പ്രദർശയൻ, ഇത്തരത്തിലുള്ള അനേകം അത്ഭുത കൃത്യങ്ങളെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഗ്രാമ്യാൻ വിഷയാൻ ബഹുജേ, ലൗകിക വിഷയങ്ങളെ അനുഭവിക്കുകയും അത്യൂർജിതൈ മഖൈ ഈജേജ, അത്യന്തം ഊർജിതങ്ങളായിട്ടുള്ള യജ്ഞങ്ങളാൽ യജ്ഞേശ്വരനായിട്ടുള്ള ഭഗവാനെ യജിക്കുകയും ചെയ്തു ശ്രീകൃഷ്ണൻ എന്ന് പറയുകയാണ്. ഇതിൽ ഈ അർജുനൻ്റെ ഈ എന്താണ് ആ ഭാഗവത സന്ദേശം തന്നെയാണ് ഇതിലെന്നാണ് ശ്രീധര വാര്യർ പറയുന്നത്. അതായത് അന്തേ നാരായണ സ്മൃതി എന്നുള്ള ആ ഭാഗവത സന്ദേശമല്ലോ, അതായത് സാക്ഷാത്തായിട്ട് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യർക്കും എത്ര വേണമെച്ചാൽ ഭഗവാനെ തന്നെ വഹിച്ചു വെച്ചാൽ ആ ആദ്യ വൈകുണ്ഠപ്രാപ്തി അപ്രാപ്യമല്ല എന്നാണ് ഈ ബ്രാഹ്മണപുത്രന്മാർക്ക് കാണാൻ വേണ്ടി അർജുനനും അവിടെ കൊണ്ടുപോയില്ലേ ഭഗവാൻ. അതാണ് ഊഹിക്കേണ്ടത്. നമ്മൾ പലതും നേടുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് നേടുന്നത്. അപ്പോൾ ഭഗവാനെ വഹിച്ചു കഴിഞ്ഞു വെച്ചാൽ ആ ഭഗവാൻ നമ്മളെ വൈകുണ്ഠത്തിലേക്ക് തീർച്ചയായിട്ടും കൊണ്ടുവന്നാണ് അതിൻ്റെ ഈ സന്ദേശം എന്നാണ് ഈ
അധ്യായത്തിൻ്റെ സന്ദേശം എന്നാണ് ശ്രീധരവാര്യ പറയുന്നത്. പിന്നെയോ പ്രവവർഷാഖിലൻ കാമാൻ പ്രജാസു ബ്രാഹ്മണാദിഷു യഥാകാലം യഥൈവേന്ദ്രോ ഭഗവാൻ ശ്രൈഷ്ട്യമാസ്ഥിത. ശ്രൈഷ്ട്യം ആസ്ഥിത ഭഗവാൻ. അതുപോലെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗത്ത് എന്താണ് ആ തൻ്റെ സ്ഥാനത്തെ കൈക്കൊണ്ടുകൊണ്ടുള്ള ഭഗവാൻ ബ്രാഹ്മണാദിഷു പ്രജാസു ബ്രാഹ്മണരെ തുടങ്ങിയുള്ള തൻ്റെ പ്രജകളിൽ എല്ലാവരെയും അവരുടെ എല്ലാവരുടെയും അഭിഷ്ടങ്ങളെയും ഇന്ദ്രൻ ഏതുമാതിരി മഴ ചെയ്യുന്നു, യഥാകാലം മഴ ചെരിഞ്ഞിട്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു, അതുമാതിരി എല്ലാവരുടെയും ആഗ്രഹങ്ങൾ, എല്ലാ വർണ്ണങ്ങളിലുള്ള അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഭഗവാൻ നടത്തി കൊടുത്തു. ഹത്വാ നൃപാനധർമ്മിഷ്ടൻ ഘാതയിത്വാ അർജുനാദിഭി അഞ്ജസാ വർത്തയാമാസ ധർമ്മം ധർമ്മസുതാദിഭി. അധർമ്മിഷ്ടാൻ നൃപാൻ അധർമ്മനിരതന്മാരായിട്ടുള്ള ദുഷ്ടരാജാക്കന്മാരെ ഹത്വ താൻ തന്നെ നിഗ്രഹിച്ചും അർജുനാദിഭി ഘാതയിത്വ അർജുനാദികളെ കൊണ്ട് നിഗ്രഹിപ്പിച്ചിട്ടും അതുമാതിരി ധർമ്മസുതാദി യുധിഷ്ഠിരാദികളെ കൊണ്ട് ധർമ്മം അഞ്ജസാ വർത്തയാമാസ യുധിഷ്ഠിരാദികളെ കൊണ്ട് സനാതനധർമ്മത്തെ വീണ്ടും അനായാസേന പ്രവർത്തിപ്പിച്ചു പോകുന്നു എന്ന് പറയുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദ്വിജകുമാരാനയനൻ നാമ ഏകോനതമതിതമോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അധ്യായത്തോടു കൂടിയിട്ട് അടുത്ത അധ്യായത്തോടു കൂടിയിട്ട് ഈ ദശമസ്കന്ധം അവസാനിക്കായി. നിരോധം എന്ന് പറഞ്ഞാൽ എന്താണ്? നിരോധോ അസ്യ അനുശേനം ആത്മനസഹശക്തിവീന്ന് ആദ്യത്തിൽ നിരോധത്തിൻ്റെ ലക്ഷണം കൊടുത്തിട്ടുണ്ടല്ലോ. അതാണ് നമുക്ക് ഈ 89ാമത്തെ അധ്യായത്തിൽ കാണിച്ചു കൊടുത്തത്. എന്താണ്? ഭൗതികാർത്ഥത്തിൽ ആ ശേഷശയ്യയിൽ മഹാവിഷ്ണുവിനൊത്താണ് ശയിക്കുക എന്നുള്ള ഒരർത്ഥം വരുമല്ലോ. അതാണ് ആ ബ്രാഹ്മണകുമാരന്മാർ അവിടെ കടന്നില്ലേ, അത് ആ ഭഗവാന്റെ കൂടെക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞു. ഈ ഇതില്ലേ അർജുനനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയിട്ട് ആ ബ്രാഹ്മണകുമാരന്മാർക്ക് ആ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ദർശനം. അതുമാതിരി ഭഗവാനിൽ ഭക്തിയോട് കൂടിയിട്ട് ആര് ഭജിക്കുന്നു അവർക്ക് എല്ലാവർക്കും ആ നിരോധം എന്നുള്ളത്, അതായത് മഹാവിഷ്ണുപദത്തിലേക്ക് നിഷ്പ്രയാസം എത്തിച്ചേരാം എന്നുള്ള ഒരു തത്വം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത അധ്യായത്തോടു കൂടി ദശമസ്കന്ധം അവസാനിക്കുകയായി.